എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലും കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ആദ്യമായി കപ്പ തൊണ്ട് കളഞ്ഞ് കൊത്തി നുറുക്കുക. എന്നിട്ട് കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്ത് കപ്പ വേവിച്ചെടുക്കാം. വെന്ത കപ്പ നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. എല്ലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത്രയും എടുത്ത് റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം നല്ലപോലെ എല്ല് കഴുകി വൃത്തിയാക്കി എടുക്കുക. കപ്പ വേവിച്ച കുക്കറിലേക്ക് തന്നെ ആ എല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആദ്യം എടുത്ത സവാള അരിഞ്ഞത്, ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മസാലയായി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ വറുത്തത്, പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. എല്ലിൻ്റെ ഒപ്പം തന്നെ വെള്ളമാണ് കുക്കറിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 7-8 വിസിൽ വേണം എല്ല് വേവാനായിട്ട്. അപ്പോൾ എല്ല് വെന്തിട്ടുണ്ട്. അത് ആദ്യം വേവിച്ച് വെച്ച ആ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ. ആവശ്യത്തിന് ഗരം മസാല ചേർക്കാം. അതിലേക്ക് വേണ്ട ഒരു താളിപ്പ് റെഡിയാക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് എടുക്കാം. ഇത് നമ്മുടെ ചൂടായി വരുന്ന കപ്പയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ചെറിയ തീയിൽ തന്നെ വെച്ച് ഇളക്കി യോജിപ്പിക്കാം. എല്ലും കപ്പയും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എല്ലാവരിടത്തും കപ്പയൊരിടത്തുമായിട്ട് പോവും. നല്ലതുപോലെ സമയമെടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. ഏകദേശം നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. എല്ലും കപ്പയും ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ബെസ്റ്റ്. നെയ്യൊക്കെ ഉള്ള കാരണം ആ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്തതാണ് നല്ലത്. എപ്പോഴും സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കപ്പ എടുത്തതിന് ശേഷം കുറച്ച് സവാള കൂടി മുകളിൽ വിതറി കഴിക്കാവുന്നതാണ്. ചൂടോടുകൂടി ആ സവാളയും ചേർത്ത് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.